കേരള രാഷ്ട്രീയത്തിലെ ഇതിഹാസ തുല്യനായ നേതാവ് വി.എസ്. അച്യുതാനന്ദന് രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിക്കുമ്പോൾ അത് കേവലം ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അംഗീകാരമല്ല, മറിച്ച് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നിലപാടുകളിൽ സംഭവിക്കുന്ന വലിയൊരു നയപരമായ മാറ്റത്തിന്റെ വിളംബരം കൂടിയാണ്. ദശാബ്ദങ്ങളായി കേന്ദ്ര പുരസ്കാരങ്ങളോട് അകലം പാലിച്ചിരുന്ന CPM വി.എസിന് ലഭിച്ച ഈ ബഹുമതിയെ പൂർണ്ണ മനസ്സോടെ സ്വാഗതം ചെയ്തതോടെ കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു അധ്യായം തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഭാരത സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതികളോട് ഇടതുപക്ഷം എന്നും ഒരുതരം വിയോജിപ്പ് പുലർത്തിയിരുന്നു. അതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ഭരണകൂടം നൽകുന്ന പുരസ്കാരങ്ങൾ സ്വീകരിക്കുന്നത് തങ്ങളുടെ വിപ്ലവ വീര്യത്തെ ചോർത്തിക്കളയുമോ എന്ന ആശങ്ക. രണ്ട്, പുരസ്കാരം നൽകുന്ന സർക്കാരിന്റെ രാഷ്ട്രീയത്തോടുള്ള ശക്തമായ വിയോജിപ്പ്. 1992 നരസിംഹറാവു സർക്കാർ EMS നമ്പൂതിരിപ്പാടിന് പത്മവിഭൂഷൺ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം അത് നിരാകരിച്ചു. താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ ബോധ്യങ്ങൾക്കും കോൺഗ്രസ് സർക്കാരിന്റെ നയങ്ങൾക്കും ഇടയിലുള്ള അകലമായിരുന്നു അന്ന് EMSനെ ആ തീരുമാനത്തിലേക്ക് നയിച്ചത്. വർഷങ്ങൾക്കിപ്പുറം 2022 ബംഗാൾ മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്ക് പത്മഭൂഷൺ പ്രഖ്യാപിച്ചപ്പോഴും അദ്ദേഹം ഇതേ പാത പിന്തുടർന്നു. പുരസ്കാരത്തെക്കുറിച്ച് താൻ അറിഞ്ഞില്ലെന്നും തനിക്കത് വേണ്ടെന്നുമാണ് അദ്ദേഹം പ്രതികരിച്ചത്. എന്നാൽ ഈ രണ്ട് നേതാക്കളും പുരസ്കാരം വേണ്ടെന്ന് വെച്ചത് അവരുടെ വ്യക്തിപരമായ നിലപാടാണെന്നും പാർട്ടി അതിൽ ഇടപെട്ടിട്ടില്ലെന്നുമാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നത്. 100 വയസ്സ് പിന്നിട്ട് അടുത്തിടെ അന്തരിച്ച V.S. അച്യുതാനന്ദൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ചെലുത്തിയ സ്വാധീനം വാക്കുകൾക്ക് അതീതമാണ്. പുന്നപ്ര വയലാർ സമരത്തിന്റെ കനൽ വഴികളിൽ നിന്നും ഉയർന്നു വന്ന V.S. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിൽ എന്നും മുൻപന്തിയിലായിരുന്നു. ഭൂമി കയ്യേറ്റങ്ങൾക്കെതിരെയും അഴിമതിക്കെതിരെയും അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ പാർട്ടി ഭേദമന്യേ അദ്ദേഹത്തിന് ആരാധകരെ സൃഷ്ടിച്ചു. V.S.ന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകുമ്പോൾ അതിനെ എതിർത്താൽ അത് ജനവികാരത്തിന് വിരുദ്ധമാകുമെന്ന് CPM നേതൃത്വം തിരിച്ചറിയുന്നു. V.S.ന്റെ മകൻ V.A. അരുൺകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചതുപോലെ ജനലക്ഷങ്ങൾ നൽകുന്ന സ്നേഹമാണ് V.S.ന്റെ യഥാർത്ഥ പത്മമെങ്കിലും രാജ്യം നൽകുന്ന ഈ ആദരത്തിൽ കുടുംബം സന്തുഷ്ടരാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം V.S.നെ പോലൊരു നേതാവിനെ തള്ളിക്കളയുന്നത് രാഷ്ട്രീയമായി ആത്മഹത്യാപരമായിരിക്കും. എന്തുകൊണ്ടാണ് CPM ഇപ്പോൾ ഇത്തരമൊരു മാറ്റത്തിന് തയ്യാറായതെന്നത് പ്രസക്തമായൊരു ചോദ്യമാണ്. മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ദേശീയ പുരസ്കാരങ്ങളെയും രാജ്യത്തിന്റെ ഔദ്യോഗിക സംവിധാനങ്ങളെയും പൂർണ്ണമായി തള്ളിക്കളയുന്നത് തിരിച്ചടിയാകുമെന്ന് പാർട്ടി കരുതുന്നു. കേരളത്തിലെ പ്രമുഖ വ്യക്തികളെ ആദരിക്കുന്നതിലൂടെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളാണ് BJP നടത്തുന്നത്. V.S. അച്യുതാനന്ദൻ, വെള്ളാപ്പള്ളി നടേശൻ തുടങ്ങിയവർക്ക് പുരസ്കാരം നൽകുന്നതിലൂടെ ഇടത് അനുഭാവികളെയും ഈഴവ സമുദായത്തെയും സ്വാധീനിക്കാൻ BJP ശ്രമിക്കുന്നുണ്ട്. ഈ പുരസ്കാരങ്ങൾ നിരസിക്കാൻ ആഹ്വാനം ചെയ്താൽ BJPക്ക് അത് വഴി നൽകുന്നതിന് തുല്യമാകും. പകരം പുരസ്കാരത്തെ സ്വാഗതം ചെയ്യുന്നതിലൂടെ BJPയുടെ രാഷ്ട്രീയ ക്രെഡിറ്റ് പങ്കിട്ടെടുക്കാൻ CPMന് സാധിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഭാവിയിൽ ഇത്തരം പുരസ്കാരങ്ങൾക്ക് അർഹരായേക്കാം. ഇപ്പോൾ V.S.ന്റെ പുരസ്കാരത്തെ എതിർത്താൽ ഭാവിയിൽ ഇത്തരം ആദരങ്ങൾ സ്വീകരിക്കുന്നത് പ്രയാസകരമാകും. ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാക്കാതിരുന്നതും മറ്റു പാർട്ടിയുടെ പഴയകാലത്തെ തെറ്റായ തീരുമാനങ്ങളായിരുന്നുവെന്ന വിലയിരുത്തലുകളും നിലവിലുണ്ട്. ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനാണ് പത്മ പുരസ്കാരങ്ങളുടെ കാര്യത്തിൽ പാർട്ടി വഴക്കം കാണിക്കുന്നത്. ഇത്തവണത്തെ പത്മ പുരസ്കാര പട്ടിക കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി സന്തുലിതാവസ്ഥ പാലിക്കുന്നതാണ്. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ നൽകിയത് കലാകേരളത്തോടുള്ള ആദരവായി കാണാം. അതേസമയം സാമൂഹിക സേവന രംഗത്തെ സംഭാവനകൾക്ക് വെള്ളാപ്പള്ളി നടേശന് നൽകിയ പത്മഭൂഷൺ രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമുള്ളതാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ വെള്ളാപ്പള്ളിക്കുള്ള സ്വാധീനം BJPക്ക് കേരളത്തിൽ നിർണായകമാണ്. ജസ്റ്റിസ് KT തോമസിനും P. നാരായണനും ലഭിച്ച പത്മഭൂഷൺ നിയമരംഗത്തും പൊതുപ്രവർത്തന രംഗത്തുമുള്ള കേരളത്തിന്റെ വ്യക്തിമുദ്രയെ അടയാളപ്പെടുത്തുന്നു. കലാമണ്ഡലം വിമല മേനോനും ദേവകിയമ്മയും പത്മശ്രീ തിളക്കത്തിൽ എത്തിയതോടെ കേരളത്തിന്റെ സാംസ്കാരിക പരിസ്ഥിതി മേഖലകളും ആദരിക്കപ്പെട്ടു. V.S.ന് പത്മവിഭൂഷൺ നൽകിയത് വഴി BJP സർക്കാർ ഒരേ സമയം പല കാര്യങ്ങൾ ലക്ഷ്യമിടുന്നു. ഒന്ന്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടുള്ള ബഹുമാനം എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് ഇടത് വോട്ടർമാരെ ആകർഷിക്കുക. രണ്ട്, CPMനെ പ്രതിസന്ധിയിലാക്കുക. എന്നാൽ ഈ കെണിയിൽ വീഴാതെ പുരസ്കാരത്തെ ഏറ്റെടുക്കാനാണ് CPM തീരുമാനിച്ചത്. പാർട്ടിക്കുള്ളിൽ ഈ തീരുമാനത്തിന് വലിയ പിന്തുണയുമുണ്ട്. സാധാരണക്കാരായ അണികൾക്ക് V.S. എന്നും വിപ്ലവത്തിന്റെ ഐക്കണാണ്. അദ്ദേഹത്തെ രാജ്യം ആദരിക്കുമ്പോൾ അത് തങ്ങൾക്ക് ലഭിച്ച അംഗീകാരമായി അവർ കാണുന്നു. കേരള രാഷ്ട്രീയത്തിലെ ഈ പത്മ പുരസ്കാര ചർച്ചകൾ വിരൽ ചൂണ്ടുന്നത് മാറുന്ന കാലഘട്ടത്തിലേക്കാണ്. കടുത്ത രാഷ്ട്രീയ വിയോജിപ്പുകൾക്കിടയിലും രാജ്യത്തിന്റെ ആദരവുകളെ അംഗീകരിക്കാനും അത് രാഷ്ട്രീയമായി കരുത്തുറ്റ രീതിയിൽ ഉപയോഗിക്കാനും CPM പഠിച്ചിരിക്കുന്നു. V.S. അച്യുതാനന്ദൻ എന്ന ഇതിഹാസത്തിന് ലഭിച്ച പത്മവിഭൂഷൺ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് രാജ്യം നൽകിയ ഏറ്റവും വലിയ ആദരാഞ്ജലിയായി ചരിത്രത്തിൽ രേഖപ്പെടുത്തും. ഇതോടെ കേരളത്തിലെ CPMും പത്മ പുരസ്കാരങ്ങളും തമ്മിലുള്ള പതിറ്റാണ്ടുകൾ നീണ്ട ശീതയുദ്ധം അവസാനിച്ചിരിക്കുകയാണ്.